തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഉള്ള 19 വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇടവന്നിട്ടുണ്ട്. 19 വാർഡുകളിലും കൈപ്പത്തി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നതും ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നതും ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നതും. ഈ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും 100% വിജയം ഉറപ്പുവരുന്ന രീതിയിലായിരുന്ന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ 5 വർഷത്തെ ഭരണത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് ഭരണം 5 വർഷം ഭരിച്ചിരുന്ന കാലയളവിൽ ഈ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതികൾ പൂർണ്ണമായി പരാജയപ്പെട്ട് കിടക്കുകയായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതികൾ പണി പൂർത്തീകരിച്ചവർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കാത്ത അടിസ്ഥാനത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി തന്നെ സ്തംഭിച്ച സാഹചര്യം. ഇതിനുണ്ടായിരുന്ന ഒരു ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം അതിനെ സസ്പെൻഡ് ചെയ്യുകയും പുതിയൊരാളെ നിയമിക്കാൻ പറ്റാത്ത സാഹചര്യം, നിയമനത്തിന് കോടതി സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. വളരെ ആസൂത്രിതമായിട്ട് ഇടതുപക്ഷത്തിൻ്റെതായ ആൾക്കാരെ ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ നേതൃത്വത്തിൽ എത്തിക്കുവാൻ വേണ്ടി മാത്രമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന യുടെ പേരിൽ നടപടി സ്വീകരിക്കുകയും അവരെ പുറത്താക്കുവാനും ഉള്ള നടപടി ഉണ്ടായി. എന്നാൽ പുതിയ ആളെ നിയമിക്കാൻ മേലാത്ത സ്ഥിതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വരെ ഉണ്ടായ സാഹചര്യമാണ്. അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതി പുതുപ്പള്ളി പഞ്ചായത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഏതാണ്ട് ഈ 18 വാർഡുകളിലായിട്ടുണ്ടായിരുന്ന ഏതാണ്ട് ഒരു വാർഡിൽ ഒരു 80ഓളം തൊഴിലുറപ്പ് പണിക്കാർക്ക് പണികൾ നഷ്ടപ്പെട്ട സാഹചര്യം, 100 ദിവസം തികച്ചു കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യം, ചെയ്ത പണികൾക്കൊന്നും പേയ്മെൻറ്റ് കൊടുക്കാൻ മേലാത്ത സാഹചര്യം, കൂടുതൽ പ്രോജക്റ്റുകൾ അത് നടപ്പാക്കാൻ സാധിക്കാത്ത സാഹചര്യം. അങ്ങനെ തൊഴിലുറപ്പ് പണികൾ സ്തംഭനാവസ്ഥയിലായപ്പോൾ 100 കണക്കിന് പാവങ്ങളായിട്ടുള്ള ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പോൾ അവർക്കുള്ള വരുമാനമാണ് ഇല്ലാതായത്. അതിന് ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന് മാത്രമല്ല. വീണ്ടും ഇടതുപക്ഷത്തിൻ്റെതായ ഈ 5 വർഷത്തെ ഭരണം കൊണ്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 150ഓളം കുടുംബശ്രീ യൂണിറ്റുകളാണ്. 150 കുടുംബശ്രീ യൂണിറ്റുകളുള്ളപ്പോൾ ഒരു കുടുംബശ്രീ യൂണിറ്റിന് 20 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യമുള്ളപ്പോൾ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആവറേജ് എടുത്തപ്പോൾ എല്ലാ കുടുംബശ്രീകൾക്കും ആവറേജ് എടുക്കുമ്പോൾ 10 ലക്ഷം രൂപയിൽ കൂടുതൽ സഹായം ലോൺ കൊടുക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. എന്താണെന്ന് ചോദിച്ചാൽ കുടുംബശ്രീകളെ പോലും രാഷ്ട്രീയമായിട്ട് അവർ ഉപയോഗിക്കുന്ന സാഹചര്യം. ഈ കുടുംബശ്രീയിലെ ഭൂരിപക്ഷം അംഗങ്ങൾ ഇടതുപക്ഷ അനുഭാവമുള്ളവരാണെങ്കിൽ ആ കുടുംബശ്രീക്ക് വായ്പ പാസ്സാക്കാനും അതിൻ്റെ നിയമങ്ങളൊക്കെ ഊരാക്കുടുക്കലൊക്കെ പറയും. അതിൻ്റെ CDSൻ്റെതായ റെക്കമെൻഡ്, അതിൻ്റെ ADSൻ്റെയും ഒക്കെ റെക്കമെൻഡ് ഇല്ലാതെ, അതിൻ്റെ ചെയർപേഴ്സൻ്റെ അനുമതിയില്ലാതെ ബാങ്കുകൾ ലോൺ കൊടുക്കാത്ത സാഹചര്യം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാങ്കേതികത്വം പറയുകയാണ്, അവരുടെ വായ്പയുടെ തിരിച്ചടവ് ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ ഫുള്ള് തരാൻ സാധിക്കത്തില്ല. അതിൻ്റെ എല്ലാം മൂല കാരണം എന്തെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായിട്ട് മാത്രം കണ്ടുകൊണ്ടാണ് ഈ നമ്മുടെ ഈ കുടുംബശ്രീ വായ്പകളെ കണ്ടത്. 20 ലക്ഷം രൂപ വരെ ഒരു കുടുംബശ്രീക്ക് വായ്പ കൊടുക്കുമ്പോൾ പല കുടുംബശ്രീ അംഗങ്ങൾക്കും അവരുടേതായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹ ആവശ്യത്തിനും വീട് മെയിൻ്റനൻസിനും അങ്ങനെയുള്ള വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈ കുടുംബശ്രീ വായ്പയ്ക്ക് അപേക്ഷ വെച്ചപ്പോൾ ആ വായ്പകളൊക്കെ പാസ്സാക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. അവർ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി. എന്താണെന്ന് ചോദിച്ചാൽ കുടുംബശ്രീ യൂണിറ്റുകൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അവരുടെ മീറ്റിങ്ങുകൾക്കും പ്രകടനത്തിനും അവരുടെ പ്രവർത്തകർ ആകാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തി പ്രവർത്തകരെ കൊണ്ടുപോവുകയായിരുന്നു ഈ കുടുംബശ്രീ വനിതകളെ. അങ്ങനെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം പരാജയപ്പെട്ടു. 2 ലക്ഷം രൂപ വരെ ഒരു കുടുംബശ്രീ അംഗത്തിന് 4% പലിശ കിട്ടും. സബ്സിഡി കുറച്ച് 4% പലിശ. ആ 2 ലക്ഷം രൂപ 36 മാസം കൊണ്ട് അടയ്ക്കാൻ കിട്ടുന്ന വായ്പയാണ് ഈ പാവങ്ങൾക്ക് കൊടുക്കാത്ത സ്ഥിതി ഉണ്ടാക്കിയത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഏതാണ്ട് 2 ലക്ഷം രൂപ അംഗങ്ങൾക്ക് വായ്പ കിട്ടിയത് ഒരു 100 പേർക്ക് പോലും കിട്ടിയിട്ടില്ല. 100 അംഗങ്ങൾക്ക് പോലും ഈ 2 ലക്ഷം രൂപ വെച്ച് ആവറേജ് വായ്പ കിട്ടിയിട്ടില്ല. അതെല്ലാം 10 ലക്ഷം വെക്കാവുമ്പോൾ 50,000 രൂപ 75,000 രൂപ വെച്ച്. അപ്പം വെറും തുച്ഛമായ പലിശയ്ക്ക് കൂടെ കിട്ടുന്ന വായ്പ അതുപോലും തടസ്സപ്പെടുത്തിയതാണ് ഇടതുപക്ഷം. അങ്ങനെ എല്ലാ വാർഡുകളിലും എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ തൊഴിലുറപ്പ് പണികൾ തടസ്സപ്പെടുത്തി, കുടുംബശ്രീ വനിതകളുടെ സഹകരണമില്ലായ്മ അവരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചു, അവരുടെ വായ്പകളൊക്കെ തടഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ഈ പഞ്ചായത്തിൻ്റെ ഭരണം വന്നപ്പോൾ നികുതികൾ കൊണ്ട് മാത്രം വീർപ്പ് പൊട്ടിച്ച ഒരു പഞ്ചായത്തായി മാറി.
ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ ഈ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അഡീഷണലായിട്ട് വീടിൻ്റെ ഒരു സിറ്റ് ഔട്ട് പിടിപ്പിക്കുകയോ ഒരു ഹാളിൻ്റെ നിർമ്മാണമോ ഒരു ബെഡ്റൂം പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ക്രമവൽക്കരിച്ചെടുത്തു കൊടുക്കണം. അത് ക്രമവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അത് പഞ്ചായത്തിൽ പുതിയ ലൈസൻസ് കൊണ്ട് പ്ലാൻ വരച്ച് അതിൻ്റെ പെർമിറ്റ് എടുക്കണം. അപ്പോൾ ഒരു 1000-1200 സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണെങ്കിൽ അതിന് ഒന്നിച്ച് പ്ലാൻ വരച്ച് കൊടുക്കുമ്പോൾ ഒരു 15,000-20,000 രൂപ അതിൻ്റെ ലൈസൻസ് ഫീസും അതിൻ്റെ പെർമിറ്റും അതിൻ്റെ മറ്റ് ചിലവുകളെല്ലാം കൂടെ വരുന്നുണ്ട്. ആവറേജ് ഒരാളിൽ നിന്ന് 25,000 രൂപ വീതം. അങ്ങനെ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും ഒരു വാർഡിൽ 80 വീടുകൾ വീതമെങ്കിലും ഉണ്ട് ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് എന്തെങ്കിലുമൊക്കെ നിർമ്മാണം ചെയ്ത പ്രവൃത്തികൾ ചെയ്ത് അവരെ ഓരോ വീട്ടുകാരിൽ നിന്നും 10,000-25,000 രൂപ വീതം നിയമപരമായിട്ട് സർക്കാർ ഈടാക്കാനുള്ള സംവിധാനമാണ് ഇപ്പം പഞ്ചായത്തുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചായത്ത് വന്നാൽ നികുതികൾ വീണ്ടും പഞ്ചായത്തുകൾ ബിൽഡിംഗ് ടാക്സ് അമിതമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ഈ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥതയും കഴിവില്ലായ്മയുമാണ് ഈ പഞ്ചായത്തിലേക്കുള്ള റോഡുകളെല്ലാം കുത്തിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ജലനിധിക്ക് വേണ്ടി റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. ഈ ഗവൺമെൻറ് ഈ ഇടതുപക്ഷം തുടങ്ങിയ സമയത്തെ പുതുപ്പള്ളി പഞ്ചായത്തിലെ പ്രദേശങ്ങളിലെല്ലാം ജലം എത്തിക്കുമെന്നും പറഞ്ഞ് ജലനിധിയുടെ പൈപ്പ് ലൈൻ ഇടുവാൻ വേണ്ടി റോഡുകളെല്ലാം കുത്തിപ്പൊളിച്ചു. ആ കുത്തിപ്പൊളിച്ച റോഡുകൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഒരു വാട്ടർ കണക്ഷൻ എടുക്കണമെങ്കിൽ അതിന് 10,000-2,500 രൂപ അതിന് ഫീസ് അടച്ച് പഞ്ചായത്തിൻ്റെ അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ ആ റോഡ് ഒന്ന് കട്ട് ചെയ്യാൻ പോലും അനുവാദമുള്ളപ്പോഴാണ് പുതുപ്പള്ളി പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും വാട്ടർ അതോറിറ്റി കൊണ്ട് ഇത് കുത്തിപ്പൊളിക്കാനുള്ള അനുവാദം കൊടുത്തു. അന്ന് ഒരു വ്യക്തമായ ഒരു എഗ്രിമെൻ്റ് വ്യവസ്ഥ വെച്ചുകൊണ്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അന്ന് ആ ഒരു എഗ്രിമെൻ്റ് വ്യവസ്ഥ മേടിക്കാതെ നിരുപാധികം സർക്കാരിൻ്റെ പദ്ധതി വന്നു, അതിന് തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി അവർ നടപ്പാക്കി. ഇപ്പം 5 വർഷമായിട്ടും ഈ റോഡുകൾ മുഴുവൻ കുത്തിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അതിന് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. എന്താ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊടുത്തെന്ന് പറയുന്നു, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടില്ലായ്മ കൊണ്ട് ഈ വർക്ക് ചെയ്ത കോൺട്രാക്ടർമാർക്കെല്ലാം പേയ്മെൻറ്റ് കൊടുക്കാത്ത അടിസ്ഥാനത്തിൽ ഇതെല്ലാം മുടങ്ങിക്കിടക്കുന്നു. അതിനിനിയും ഈ ഭരണം മാറുന്നവരാരാണ് ഉത്തരവാദികൾ? അപ്പോൾ 5 വർഷമായിട്ട് ഈ നിയോജകമണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങൾ എല്ലാ റോഡുകളും മോശമായി അങ്ങനെ യാത്രാക്ലേശം പരിഹരിച്ചു. വീണ്ടും ഇവർക്കെതിരെയുള്ള ഒരു നമുക്ക് അനുകൂലമായി വരുന്നുവെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്തിലെ തന്നെ ആയുർവേദ ആശുപത്രിയുണ്ട്, കൈതപ്പാലമുണ്ട്, നമ്മുടെ തോട്ടക്കാട് ആശുപത്രിയുണ്ട്, നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, ഹോമിയോ ആശുപത്രികളുണ്ട്. ഒരൊറ്റ സ്ഥലത്ത് പോലും ഒരു മരുന്നുമില്ല, ഡോക്ടർമാരും ഇല്ലാത്ത സ്ഥിതിയിലാണ്. ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ പാവങ്ങളായിട്ട് ചെന്ന് ആശ്രയിക്കുന്നത് ഈ സർക്കാർ ആശുപത്രികളിലാണ്. അപ്പോൾ വെറും പെൻഷൻ 1,600 രൂപ കൊടുക്കുമ്പോൾ ഒരു വീട്ടിൽ 19,200 രൂപ പെൻഷൻ കിട്ടുമ്പോൾ അതേ വീട്ടിൽ നിന്ന് നമ്മളുടെ മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന ഒരു 6 പേരുണ്ടെങ്കിൽ ഒരു വർഷം സർക്കാർ ആശുപത്രിയിലെ ചികിത്സ കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുമ്പം 1 ലക്ഷം രൂപയിലധികം ചികിത്സാ ചെലവ് വേണം. നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സ മെച്ചമായിരുന്നുവെങ്കിൽ ഈ 1 ലക്ഷം രൂപ നമുക്ക് ചിലവാകുമായിരുന്നോ? നമുക്ക് ഈ ആശുപത്രികളെ ആശ്രയിക്കാമായിരുന്നല്ലോ. അപ്പോൾ 1 ലക്ഷം രൂപ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ചികിത്സിക്കാനുള്ള സാഹചര്യമില്ലാതെ 19,000 രൂപ പെൻഷൻ കൊടുത്തിട്ട് എന്ത് പ്രയോജനം? അപ്പോൾ അത്രമാത്രം ഒരു കാഴ്ചപ്പാടില്ലാത്ത ഭരണമാണ് ഈ ഇടതുപക്ഷത്തിൻ്റെതായ ഭരണം. അതുകൊണ്ട് ഓരോരോ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. ഈ പഞ്ചായത്തിൻ്റെ വീണ്ടും നമ്മുടെ പഞ്ചായത്തിലേക്ക് നോക്കിയാൽ തന്നെ ഈ പഞ്ചായത്തിൻ്റെ നികുതി വരുമാനങ്ങളെ ബിൽഡിംഗ് ടാക്സ് ഉൾപ്പെടെയുള്ള നോക്കുമ്പോൾ ഒരു 1-1.25 ലക്ഷം രൂപയേ ഉള്ളൂ. ഈ പഞ്ചായത്ത് ഈ കഴിഞ്ഞ ഈ 5 വർഷം കൊണ്ട് തന്നെ 1 കോടി അധികം രൂപയാണ് വെറും നഷ്ടപ്പെടുത്തിയത്. നമ്മുടെ വരുമാനം ഉണ്ടായിരുന്നത് വരാനുള്ള തുകയും ചെലവഴിച്ചു, കിട്ടിയ പണം കൂടെ ചെലവഴിച്ച് നോക്കിയാൽ 1 കോടി രൂപയുണ്ട്. അപ്പോൾ അതിന് 2-3 ഉദാഹരണം മാത്രം പറയാൻ സാധിക്കുകയാണ്. കൈതാപാലത്തിലെ ടേക്ക് എ ബ്രേക്കിന് വേണ്ടിയാണ് 20 ലക്ഷം രൂപ മുടക്കി. അതെന്തിനു വേണ്ടിയാണ്? റോഡ് പുറമ്പോക്കിലാണ് ചെയ്തത്. റോഡ് പുറമ്പോക്ക് ചെയ്തപ്പോൾ PWDയുടെ ഒരു പെർമിഷൻ മേടിച്ച് ചെയ്യേണ്ട ഒരു കാര്യത്തിന് അനുവാദം കൂടാതെ ചെയ്തപ്പോൾ തൊട്ടടുത്ത ആൾ പരാതി കൊടുത്തപ്പോൾ അനധികൃത നിർമ്മാണത്തിൻ്റെ പേരിൽ പഞ്ചായത്ത് പണിത ബിൽഡിങ് പഞ്ചായത്തിന് തന്നെ പൊളിച്ചുകൊണ്ട് പോരേണ്ട ഗതികേട് വന്നു. 20 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിന് നഷ്ടപ്പെട്ടപ്പോൾ അത് നമ്മുടെ നികുതി വരുമാനമാണ്. 20 ലക്ഷം രൂപ നികുതി കിട്ടണമെങ്കിൽ എത്രയാ 1000 വീടുകളുടെ നികുതികളാണ്. അപ്പോൾ അത് വളരെ ലാഘവത്തോട് 20 ലക്ഷം രൂപ പോയി. വീണ്ടും വെണ്ണിമലയിലേക്ക് ഒരു ടർഫ് പണിയാനായിട്ട് കൊണ്ടുവന്നു. 10-25 ലക്ഷം രൂപയുടെ പദ്ധതി പാതി വഴിയിൽ അവിടെ എത്തിച്ചേർക്കണം. ആ വെണ്ണിമലയിൽ തന്നെ ഷഡ്കാല ഗോവിന്ദമാരാ സ്മാരക മന്ദിരം അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു.
എന്നാൽ അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ ഷക്കാല ഗോവിന്ദമാല സ്മാരക മന്ദിരത്തിൻ്റെ പൂർത്തീകരണവും അതിന് മുന്നോട്ടുള്ള പദ്ധതികളും തയ്യാറാക്കുമ്പോൾ അത് UDFൻ്റെ ഭരണ നേട്ടമായിട്ട് വരും. ടർഫ് പണിയാണെങ്കിൽ അത് ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയായിട്ട് വരും. പക്ഷേ കൊണ്ടുവന്ന പദ്ധതി പാതി വഴിയിലായി, അത് ചെയ്യാൻ സാധിക്കുന്നില്ല. വീണ്ടും ഈ ഇടതുപക്ഷം ചെയ്ത വളരെ മോശമായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, വരുമാനം നഷ്ടപ്പെടുന്നത് പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്കുള്ള വഴി, ആ റോഡ് വീതി കൂട്ടി സൗകര്യപ്രദം ആക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ചെയ്തത്? ഇവിടുത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ അതിനെ കണ്ടു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഫീസ് പെട്ടുള്ള അവിടെയുണ്ട്. ആ ആഫീസിലേക്ക് പോകാൻ വെറും 3 അടി വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ 3 അടി വഴി ഉള്ള പാർട്ടി ഓഫീസിലേക്ക് ഇപ്പോൾ ട്രക്ക് കയറി പോകാനുള്ള സൗകര്യമാക്കി. ആ ട്രക്ക് കയറി പോകാനുള്ള സൗകര്യമാക്കിയപ്പോൾ സംഭവിച്ചത് ഈ പഞ്ചായത്തിന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 45 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ അവിടെ 7 കടമുറികളിൽ നിന്ന് 75,000 രൂപ ഒരു മാസം വാടക കിട്ടുമായിരുന്നു. 12 മാസമാകുമ്പോൾ 9 ലക്ഷം രൂപ, 5 വർഷമാകുമ്പോൾ 45 ലക്ഷം രൂപ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു പദ്ധതി അവിടെ കടമുറികളാണ് ഇവർ ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്കുള്ള റോഡ് വികസനം പറഞ്ഞ് പൊളിച്ചു മാറ്റിയത്. അപ്പോൾ വികസനത്തിൻ്റെ പേരിൽ പൊളിച്ചു മാറ്റിയെങ്കിൽ അവിടെ ചെയ്ത പറ്റുന്ന ആ വികസനത്തിന് വഴിവെട്ടിയ സ്ഥലത്ത് തന്നെ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ അവിടെ വെച്ചു. അപ്പോൾ അവിടെ 10 അടി വീതിയോളം മഹാത്മാഗാന്ധിയുടെ പ്രതിമ വെച്ചതിൻ്റെ ചുറ്റളവ് അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ 10 അടി വീതിയോളം ആ ഒരു സൈഡ് കുറഞ്ഞപ്പോൾ ആ റോഡിൻ്റെ വികസനം എവിടെ ചെന്നെത്തിയിരിക്കുന്നു? ആ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിനെ തന്നെ അവഹേളിക്കുകയാണ് ചെയ്തത്. എന്താ, മഹാത്മാഗാന്ധി റോഡിനെ അഭിമുഖമായിട്ടൊരു പ്രതിമ പോലും വെച്ചില്ല. ഇന്ന് മഹാത്മാഗാന്ധി എങ്ങോട്ട് ദർശനമാണ്? മഹാത്മാഗാന്ധി വടക്കോട്ട് ദർശനമാണ്. ആ റോഡ് കൂടെ പോണേ, ഒരു ദിവസം പോണേ 10,000-കണക്കിന് ആൾക്കാർക്ക് അതിലവിടെ പ്രതിമ ഇരിക്കുന്നു എന്നല്ലാതെ ആ പ്രതിമ മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണോ എന്ന് പോലും അറിയാൻ മേല. സാമാന്യമായ ഒരു അറിവ് പരിജ്ഞാനമുള്ളവരായിരുന്നെങ്കിൽ അത് റോഡിനെ ഫേസ് ചെയ്ത് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ആ പ്രതിമ വെക്കേണ്ടതായിരുന്നു. അതുപോലും ചെയ്യാനുള്ള കാഴ്ചപ്പാടുകൾ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ 5 വർഷത്തെ ഭരണം വീണ്ടും അവിടെ EMSൻ്റെ പേരിൽ അവിടെ ഒരു സ്മാരകം അവിടെ ഓഡിറ്റോറിയത്തിന് പേരിട്ടു. പേരിടിയിൽ മാത്രം വളരെ പെട്ടെന്ന് ഒരു മുടക്കം കൂടാതെ ചെയ്യാവുന്ന കാര്യമായിട്ട് അതവർ ചെയ്തു. കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹാൾ കൊണ്ടുവന്നതോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തതോ എല്ലാം ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ പരിശ്രമ ഫലമായിട്ട് സ്ഥലമെടുത്ത് കമ്മ്യൂണിറ്റി ഹാളും കൊണ്ടുവന്നു. പക്ഷേ ഈ പേരിടിയിൽ അവർക്ക് പെട്ടെന്ന് ചെയ്യാമെന്നുള്ളതുകൊണ്ട് അവർ EMSൻ്റെ പേര് വിട്ടുകൊടുത്തു. അങ്ങനെ നമ്മുടെ നാട്ടിലെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ അവഹേളിക്കുന്ന നടപടിക്രമം, രാഷ്ട്രീയമായ വൈരാഗ്യത്തോടു കൂടി ചെയ്ത ഇടപെടലുകൾ നാട്ടിലെ, വീണ്ടും പറയാം, കാർഷിക മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ പുതുപ്പള്ളി പഞ്ചായത്തിലെ ഏരിയയിൽ മാത്രമുള്ള കാർഷിക ഭൂമികൾ, നെൽപ്പാടങ്ങൾ, തരിശ് നെൽപ്പാടങ്ങളെന്നും മുഴുവൻ കൃഷി ചെയ്തെന്നാണ് ഇവരുടെ അവകാശവാദം. എനിക്കും പാടമുള്ള ആളാണ്. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് കൃഷി ചെയ്തിട്ട് ഒരു പൈസ പോലും നമുക്ക് പാടത്ത് കൃഷി ചെയ്ത് കൊടുത്ത് പ്രസാരം കിട്ടിയിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും പാട്ടകൃഷിക്കാരുമായിട്ടുള്ള വ്യവസ്ഥയിൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ സബ്സിഡി കൊടുത്തു വിട്ടു. പാടം കൃഷി നെൽപ്പാടത്ത് കൊയ്ത്തും കഴിഞ്ഞ് നെല്ലും കൊണ്ടുപോയി. അപ്പോൾ അവർക്ക് ഒത്താശ കൊടുത്തു. അവിടെ പാവപ്പെട്ട കർഷകർക്ക് ഒരു സഹായവും കിട്ടാതെ. അപ്പോൾ കാർഷിക ഭൂമി ആ ബന്ധപ്പെട്ട ആസൂത്രിതമായിട്ടുള്ള ചില കോൺട്രാക്ടർമാരെ സഹായിക്കുക, അതിന് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടും കാര്യങ്ങളും ചെയ്ത്. അപ്പോൾ കാർഷിക മേഖല വീണ്ടും നമ്മൾ പറയുന്നു, ഈ പഞ്ചായത്തിൽ തന്നെ കിഡ്ഫിയുടെ ഫണ്ട് ഉപയോഗിച്ച് പുതുപ്പള്ളി സെൻറ്റ് ജോർജ് സ്കൂൾ പണിതു എന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്. 2500ഓളം കുട്ടികളെ പഠിക്കുന്ന ഈ സ്കൂളിലേക്ക് 6-7 കോടി രൂപയുടെ പണി കൊണ്ടുവന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളോട് ഏറെ താല്പര്യമുള്ള ഒരു ഗവൺമെൻറ്റായിരുന്നു ഈ ഇടതുപക്ഷ ഗവൺമെൻറ്. 7 കോടി രൂപ മുടക്കിയ സെൻറ്റ് ജോർജ് സ്കൂള് ഇവിടെ 67 പിള്ളേരാണ് ആ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നത്. അവിടെ LP സ്കൂളും കൂടെ കൂട്ടിയാൽ ഒക്കെ ഹയർ സെക്കൻഡറി കൂടെ നോക്കിയാൽ ഏതാണ്ട് 167 പിള്ളേരെ മൊത്തം അവിടെ പഠിക്കുന്നുള്ളൂ. അങ്ങനെ ഈ 160 പിള്ളേർ പഠിക്കുന്ന സ്ഥലത്തിന് വേണ്ടിയാണ് 7 കോടി രൂപ മുടക്കിയത്. എന്നാൽ 7 കോടി രൂപ മുടക്കി ഇത്രയും സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉള്ളപ്പോൾ അവിടെ അതിനുള്ള സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും എടുത്ത് കൂടുതൽ കുട്ടികളെ അവിടെ വിദ്യാഭ്യാസത്തിലുള്ള സാഹചര്യം ഇണക്കുന്ന ഒരു പദ്ധതികളും ആസൂത്രണം ചെയ്തില്ല. അങ്ങനെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധയില്ല, കാർഷിക മേഖലയിൽ ശ്രദ്ധയില്ല, നമ്മുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്ക് താല്പര്യമില്ല. പാവങ്ങളുടെ വരുമാന മാർഗമായ ഈ തൊഴിലുറപ്പ് പദ്ധതികൾക്ക് പണിയില്ലാതെ വന്നു. കുടുംബശ്രീ പെണ്ണുങ്ങൾക്ക് വരുമാനം നഷ്ടപ്പെടുത്തി രാഷ്ട്രീയമായ വൈരാഗ്യം കാണിച്ചു. അതിൻ്റെ പരിണത ഫലമായിട്ട് നമ്മുടെ പഞ്ചായത്ത് എല്ലാ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും മുഴുവൻ ആൾക്കാരുടെയും ഒരു
അംഗീകാരത്തോടു കൂടിയാണ് UDFൻ്റെ ഈ സ്ഥാനാർത്ഥികളെല്ലാം രംഗത്ത് വന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് ഇവിടെ 9 സീറ്റ്, കോൺഗ്രസ്സിന് 7 സീറ്റും BJPക്ക് 2 സീറ്റുമായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ബഹുഭൂരിപക്ഷത്തിൽ ഒരു 15-ലധികം സീറ്റോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം യാതൊരു സംശയം വേണ്ട. പുതുപ്പള്ളി പഞ്ചായത്തിൽ ഇത്രയും ഭൂരിപക്ഷത്തോട് വരാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ 5 വർഷത്തെ അവരുടെ ഭരണത്തിൻ്റെ പരാജയം, കാഴ്ചപ്പാടില്ലാത്ത ഭരണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടും എന്ന നല്ല ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതിന് ഞങ്ങൾക്ക് അതിനെ പിൻബലമുള്ള കാരണങ്ങളുമുണ്ട്. കഴിഞ്ഞ 2 തവണയായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സമാനതകളില്ലാത്ത വികസനം ഈ സംസ്ഥാനത്ത് നടത്തി. മുൻകാലങ്ങളിൽ UDF ഭരണകാലത്തെ ഒരവസ്ഥ കേരളത്തിൻ്റെ നിങ്ങൾക്കറിയാം. ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷം, റോഡുകളുടെ വികസനം, വ്യവസായ സ്ഥാപനങ്ങളുടെ വരവ്, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, 2000 രൂപ പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ പ്രതീക്ഷ. അത് വെറും വാഗ്ദാനമല്ല, നടപ്പിലാക്കുകയാണ്. അതുപോലെ തന്നെ വീട്ടമ്മമാർക്കാണേലും തൊഴിലന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്കാണേലും അവർക്കൊക്കെ അവരുടെ ആവശ്യമായ സാമ്പത്തിക സഹായം ലഭ്യമാകുന്ന തരത്തിലേക്കുള്ളൊരു പദ്ധതിയാണ് ഗവൺമെൻറ് ഇപ്പോൾ നടപ്പിലാക്കിയത്. വലിയ രീതിയിലുള്ള പ്രളയവും കോവിഡ് പ്രശ്നങ്ങളും രോഗങ്ങളും ഈ കാലഘട്ടത്തിൽ വന്നപ്പോഴും അതിനെ ശക്തമായി നിന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ച ഒരു ഗവൺമെൻറ്റാണ് സംസ്ഥാനം ഭരിക്കുന്നത്. കേന്ദ്രം അവഗണിക്കുമ്പോഴും ഫണ്ട് തരാതിരിക്കുമ്പോഴും പ്രളയത്തിലും വീട് നഷ്ടപ്പെട്ടവർക്കുമെല്ലാം വയനാട്ടിലടക്കം അത് നിർമ്മിച്ചു കൊടുക്കാൻ പറഞ്ഞ വാക്കുകൾ കൃത്യമായി പാലിച്ചൊരു ഗവൺമെൻറ് പോകും. അതേ രീതിയിൽ തന്നെയായിരുന്നു പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനവും. ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ പുതുപ്പള്ളിയിലെ വികസനം താറുമാറായി യാതൊരു വികസനവുമില്ലാതെ നിർജീവമായ ഒരവസ്ഥയിൽ കിടക്കുമ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലൊരു ഭരണം ഈ പഞ്ചായത്തിൽ വരുന്നത്. ഗ്രാമപഞ്ചായത്തിൽ ഒരു ഭരണം എങ്ങനെയാണ് നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു ഭരണമുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നിയ 5 വർഷങ്ങളാണ് കടന്നുപോയത്. മുൻപ് ഒത്തിരി പ്രഗത്ഭന്മാരായ പ്രസിഡന്റുമാരൊക്കെ UDF മാറി ഇരുന്നിട്ടുണ്ട്. മാറി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് 5 വർഷം UDFന് കിട്ടാൻ 5 പ്രസിഡന്റുമാരാണ്. ഒരു പ്രസിഡന്റ് വരും, 1 വർഷമാകുമ്പം തമ്മിലടി തുടങ്ങും, അടുത്തയാൾക്ക് സ്ഥാനം കൊടുക്കാനുള്ള മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമം. അങ്ങനെ ഈ പ്രസിഡന്റുമാർ മാറാനുള്ള തർക്കങ്ങളും അടിയും സംഘർഷങ്ങളുമായിരുന്നു UDF ഭരിച്ചപ്പോഴൊക്കെ പുതുപ്പള്ളി പഞ്ചായത്തിൽ. അതിനെന്താണ് കുഴപ്പം? അതുമൂലം ഒരു പ്രസിഡൻ്റായി വരുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഒരു ഉറപ്പുള്ള ഭരണം കൊടുക്കുവാൻ ഇന്ന് വരെ UDFന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കൂ, 4-5 പേരാണ് ഇപ്പം പ്രസിഡൻ്റാണെന്ന് പറഞ്ഞ് മത്സരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ജയിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഈ 5 വർഷക്കാലം തർക്കങ്ങളും സംഘർഷങ്ങളും വഴക്കുകളും പടലപ്പിണക്കങ്ങളും കൊണ്ട് വരാൻ പോകുന്ന വർഷങ്ങൾ നഷ്ടപ്പെടുത്തുക മാത്രമേ ഇവർക്ക് സാധിക്കൂ. ഒരു ഉറച്ച ഭരണവും വികസനവുമാണ് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷം കൃത്യതയോടുകൂടി ഭരണം നടത്തിയ ഇടതുപക്ഷ മുന്നണിയെ വീണ്ടും ജയിപ്പിക്കണം. അതിന് തക്ക വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ഓരോ വികസന പ്രവർത്തനങ്ങളെപ്പറ്റിയും നിങ്ങൾക്കറിയാം. ഈ UDFൻ്റെ MLA ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണശേഷം മകനായതുകൊണ്ട് ഒരു സഹതാപം അദ്ദേഹത്തിന് കിട്ടി, ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു, ജയിച്ചു. പക്ഷേ ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നിങ്ങൾ വിലയിരുത്തണം. ഈ മണ്ഡലത്തിലെ റോഡുകളുടെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ് ഈ കാര്യത്തിൽ? റോഡുകളുടെ അവസ്ഥ, മറ്റ് വികസന പ്രവർത്തനങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, ഇപ്പോഴും പൊങ്ങമ്പാറയിലടക്കം എത്രയോ പ്രദേശങ്ങളിൽ പാറമടയിൽ നിന്ന് ജനങ്ങൾ വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകും. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പങ്ക് ജനപ്രതിനിധി അല്ലെ MLAക്കുണ്ടോ? അദ്ദേഹം ഏതെങ്കിലും ഇങ്ങനെ സെൽഫി എടുക്കുന്നുണ്ടാകാം, വീഡിയോ ചെയ്യുന്നുണ്ടാകാം, റീൽസ് എടുക്കുന്നുണ്ടാകാം, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, നടക്കട്ടെ. പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഒരു MLAയിൽ നിന്ന് നാടിൻ്റെ വികസനം. അരനൂറ്റാണ്ട് ഈ മണ്ഡലത്തിൻ്റെ നഷ്ടപ്പെട്ടു. വീണ്ടും ഇപ്പോൾ ഒരു വികസനം നല്ല രീതിയിൽ ഉയർന്നു വരുമെന്നുള്ള പ്രതീക്ഷ നൽകുന്ന തരത്തിലല്ല MLAയുടെ പ്രവർത്തനം. പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങളോട് അദ്ദേഹം സഹകരിക്കുന്നില്ല. അദ്ദേഹം വാശിയോടുകൂടി നിൽക്കുകയാണ്. ഞാൻ MLA ഫണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു സഹായവും തരില്ല എന്നുള്ള വാശിയോടുകൂടി അദ്ദേഹം സമീപനം സ്വീകരിക്കുന്നു.
സത്യത്തിൽ ഒരു MLA ചെയ്യേണ്ടത് എന്താണ്? LDF ആകട്ടെ UDF ആകട്ടെ ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ വിശ്വാസത്തിലെടുത്ത് അവരുമായിട്ട് യോജിച്ച് നിന്ന് വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ എത്രയെത്ര പദ്ധതികൾ ഇവിടെ യാഥാർത്ഥ്യമാകും. അതൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് പറ്റില്ല. പക്ഷേ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പഞ്ചായത്ത് ഭരണസമിതി ഒരു പഞ്ചായത്തിൻ്റെ പരിമിതി ജനങ്ങൾക്കറിയാം. അവരുടെ ഫണ്ട് വിനിയോഗിക്കാനുള്ള ഒരു പരിമിതിയുണ്ട്. അതിനകത്ത് നിന്ന് 5 വർഷക്കാലം സാധ്യമായ സർവ്വ വികസനവും നടത്തിയിട്ടാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഈ പുതുപ്പള്ളി കവലയിലെ കമ്മ്യൂണിറ്റി ഹാൾ തന്നെ നിങ്ങളെടുക്കുക. മുൻപ് എങ്ങനെയായിരുന്നു കിടന്നത്? മാലിന്യം നിറഞ്ഞ് മത്സ്യമാംസത്തിൻ്റെ വേസ്റ്റുകൾ കൊണ്ട് തള്ളി മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു വനപ്രദേശം പോലെ കിടന്ന സ്ഥലം. പിന്നീട് UDF അവിടെ എന്തോ മാർക്കറ്റ് തുടങ്ങുന്നെന്നും പറഞ്ഞ് 15 ലക്ഷം രൂപയാണ് അവിടെ നഷ്ടപ്പെടുത്തിയത്. അത് മുഴുവൻ പൊളിച്ചു മാറ്റി, അവിടുന്ന് മണ്ണെടുത്ത് മാറ്റി. അങ്ങനെ അത് ഒരു വിധത്തിലും പ്രയോജനപ്രദമല്ലാതെ കിടന്ന ഒരു പ്രദേശം ഇന്ന് നിങ്ങൾ കാണും. ഒരു മനോഹരമായ EMSൻ്റെ നാമധേയത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഇന്ന് അവിടെ പ്രവർത്തിക്കുന്നു. എല്ലാ ലയൺസ് ക്ലബ്ബുകാർക്ക്, മറ്റ് സംഘടനകൾക്ക്, വിവാഹം നടത്തുന്നവർക്ക്, അനുസ്മരണം നടത്തുന്നവർക്ക്, ബർത്ത്ഡേ നടത്തുന്നവർ, ഇവരെല്ലാം വരുന്നത് ഈ പഞ്ചായത്തിൻ്റെ ചെറിയ തുക കൊണ്ട് ഉപയോഗിക്കാവുന്ന ഈ ഹാളിനെ ആശ്രയിക്കുകയാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, അത് മൈക്ക് സിസ്റ്റം അടക്കം അവിടെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ചെറിയ തുകയ്ക്ക് ഈ നാട്ടിലെ ആളുകൾക്ക്, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്ക് അടക്കം ഉപയോഗിക്കാൻ പാകത്തിനൊരു അന്തരീക്ഷം ഒരുക്കി കൊടുത്തത് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ്. ഒരു കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് മറ്റാർക്കും ഇല്ല. 1 രൂപയുടെ കോൺട്രിബ്യൂഷൻ ഇല്ല. ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടു. അതിൻ്റെ തൊട്ട് പുറകിലായി നിങ്ങൾക്കറിയാം മിനി സിവിൽ സ്റ്റേഷൻ. ആ മിനി സിവിൽ സ്റ്റേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്താണ് അതിൻ്റെ ഫണ്ട് അനുവദിക്കുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചർ പണിത് അങ്ങനെ നിൽക്കുകയാണ്. UDF ഭരിച്ചിട്ട് പോയി. എന്തെങ്കിലും ചെയ്തോ? അതിൻ്റെ ബാക്കി പ്രവർത്തനം എന്തുകൊണ്ടാണ് UDF ഭരണസമിതി പൂർത്തിയാക്കാതിരുന്നത്? ഇവിടെ സർക്കാർ ഓഫീസുകൾ എത്ര പ്രവർത്തിക്കുന്നു? പഞ്ചായത്ത് ഓഫീസുണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, കൃഷി ഓഫീസുണ്ട്, ഒട്ടേറെ ഓഫീസുകൾ. ഇതൊക്കെ ഒരു ബിൽഡിങ്ങിലേക്ക് വന്നാൽ ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമാണ്. ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട് അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആളുകൾ വില്ലേജ് ഓഫീസിലും കൃഷി ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും മാറി മാറി പോകേണ്ട ഒരു കേന്ദ്രത്തിലേക്ക് വന്നാൽ അവർക്ക് ഈ ഓഫീസുകളെല്ലാം വലിയ സമയം നഷ്ടപ്പെടാതെ വരുവാനും പോകുവാനും സൗകര്യത്തിനൊരു മിനി സിവിൽ സ്റ്റേഷൻ എല്ലാം ഒരു കുടക്കീഴിൽ. അതിനുവേണ്ടി ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ട് ഇപ്പം ഞങ്ങൾ വീണ്ടും അതിന് ഫണ്ട് അനുവദിച്ചു. MLAക്ക് റിക്വസ്റ്റ് കൊടുത്തു അതിൻ്റെ അടുത്ത ഘട്ടം പണിയാൻ. അദ്ദേഹം സഹകരിച്ചില്ല. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഗവൺമെൻറ് ബജറ്റിൽ 50 ലക്ഷം രൂപ അനുവദിച്ചു. പഞ്ചായത്ത് 75 ലക്ഷം രൂപയും മാറ്റിവെച്ചു. 1.25 കോടി രൂപ ഇപ്പം അനുവദിച്ച് അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ആ മിനി സിവിൽ സ്റ്റേഷന് ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരും ഇടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. ഉമ്മൻചാണ്ടി സാറിനോട് ഏറ്റവും കൂടുതൽ ബഹുമാനം അദ്ദേഹത്തിന് കൊടുക്കാൻ, അദ്ദേഹത്തിരുന്ന സ്ഥാനം, അദ്ദേഹം വഹിച്ച ചുമതല വെച്ച് ഞങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ ബഹുമാനവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ UDF അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇപ്പോൾ UDFൽ ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന പല നേതാക്കന്മാരും ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് തന്നെ തെറ്റിപ്പിരിഞ്ഞ് ഇവിടെയൊന്നും സ്ഥലത്ത് പോലും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അവരിൽ പലരും തിരിച്ചു വന്ന് മത്സരിക്കുന്നത്. ഇടക്കാലം കൊണ്ട് പിണങ്ങിപ്പോയ എത്ര UDF നേതാക്കന്മാരുണ്ട്, അവരൊക്കെ പ്രസിഡന്റ് ആകുമെന്ന് പറഞ്ഞ് മത്സരിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ പലരും UDF വിടാനും കോൺഗ്രസ് വിട്ടുപോകാനും ഒരുങ്ങിയവരാണ്. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിനോടുള്ള ആദരവ് രാഷ്ട്രീയമായി ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. UDFുമായിട്ട് ഞങ്ങൾ മത്സരിക്കുന്നു. ഞങ്ങൾ 2 രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ എതിരാളികൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചത് ഞങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പേരിടൽ, അദ്ദേഹത്തിൻ്റെ നാമധേയം, അദ്ദേഹത്തിൻ്റെ പേര് ആ മിനി സിവിൽ സ്റ്റേഷന് കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ നടന്നത്. അപ്പോൾ അത് പൂർത്തിയാക്കിയാൽ അദ്ദേഹത്തിനൊരു സ്മാരകമായി. അപ്പം അതോടുകൂടി ഇതിൻ്റെ മുൻവശത്തെ റോഡ് നോക്കൂ. മുൻപ് ഇവിടെ മത്സ്യം മാർക്കറ്റും ഇവിടെ തകർന്നു കിടന്ന റോഡും മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റാത്ത പ്രതിമ. ഇപ്പോൾ അവിടെ മനോഹരമായ ഗാന്ധി പ്രതിമ. എന്തുകൊണ്ട് UDFന് ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ പറ്റിയില്ല? പ്രതിമ വെച്ച സ്ഥലമോ പ്രതിമയുടെ പൊസിഷനോ മാറ്റി വെച്ചിരുന്നത് നന്നായി, തിരിച്ചു വെച്ചിരുന്നത് നന്നായി. ഇതൊക്കെ വളരെ ബാലിശമായ കാര്യങ്ങളാണ്. അവനവന് ചെയ്യാൻ കഴിയില്ല, ചെയ്തു കഴിയുമ്പം അതിൻ്റെ ദിശ തെറ്റി അല്ലെ ഇതൊക്കെ എന്നാൽ ഇത്രയും വർഷം ഇവർ തുടർച്ചയായി ഭരിച്ചു. എന്ത് ചെയ്തു? ഇവർ ഭരിച്ചപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്തായിരുന്നു? പഴയ കെട്ടിടം ഇടിഞ്ഞ് വീടാറായി അപകടാവസ്ഥയിൽ ഇരുന്നിട്ട് ഒന്നും ഇവർ ചെയ്തിട്ടില്ല. ഞങ്ങൾ വന്ന ശേഷം ആ പഴയ കെട്ടിടം എല്ലാം പൊളിച്ചു മാറ്റി. ട്രാഫിക് പ്രശ്നം പ്രധാനപ്പെട്ടതായിരുന്നു. എന്നും പുതുപ്പള്ളി കവലയിൽ ട്രാഫിക് ബ്ലോക്കായിരുന്നു. നമ്മളെന്ത് ചെയ്തു?
ഈ ബസ് സ്റ്റാൻഡിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തന്നെ പൊളിച്ച് നീക്കി. ഗവൺമെൻറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്ത് അനുവാദം വാങ്ങി ആ പുറത്തേക്ക് ഇറങ്ങുന്ന വൺ വേ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഒരു പോർഷൻ പൊളിച്ച് നീക്കിയിട്ടാണ് ആ ഗതാഗതം അതിലെ സുഗമമായി പോകാൻ വഴിയൊരുക്കി. അവിടെ ഇപ്പോൾ ഈ കംഫർട്ട് സ്റ്റേഷനുണ്ട്, അവിടെ ബസ് സ്റ്റോപ്പ് മനോഹരമായി നിർമ്മിക്കുന്നു. അവിടെ ആ തൊട്ട് താഴെ ആ വൺ വേയിൽ ഒരു ഭാഗത്തായി കലുങ്ക് പുനർനിർമ്മിച്ചത് 80 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് അവിടെ മുടക്കിയത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം വൺ വേ സിസ്റ്റം വന്നതോടെ പുതുപ്പള്ളിയിൽ കവലയിലെ ബ്ലോക്ക്, വാഹനത്തിൻ്റെ ബ്ലോക്ക് ഏകദേശം ഒന്ന് പരിഹരിച്ചിട്ടുണ്ട്. ഇതൊക്കെ UDFൻ്റെ കാലത്ത് എന്തായിരുന്നു സ്ഥിതി? ഈ പഴയ കാര്യം കൂടെ ജനങ്ങൾ ഓർക്കണം. ഇനിയും ഇവിടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം പുതുപ്പള്ളി കവലയിൽ കുറച്ചുകൂടെ സ്പേസ് നമുക്ക് ആവശ്യമാണ് ട്രാഫിക് പ്രശ്നം പരിഹരിക്കാൻ. അപ്പോൾ അതിന് ചില കെട്ടിടങ്ങൾ അവിടുന്ന് ഇപ്പോൾ സ്റ്റേജ് ഇരിക്കുന്ന ഭാഗം സത്യത്തിൽ അതിൻ്റെ പൂർണ്ണമായി ആ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ സ്ഥലം കവലയ്ക്ക് കിട്ടും. പക്ഷേ അതൊക്കെ പറയുമ്പം പല എതിർപ്പുകൾ പല കോണുകളിൽ നിന്ന് വരുന്നു. ഇപ്പോൾ UDF ആണ് ഈ കാര്യത്തിൽ എതിർപ്പുമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ പുതുപ്പള്ളി കവലയിൽ കുറച്ചുകൂടെ വാഹന ഗതാഗതത്തിനുള്ള സൗകര്യങ്ങൾ വേണം. അതെന്താണെന്ന് ഇനിയും നമുക്ക് ഭരണസമിതി വരുമ്പോൾ കണ്ടെത്തും. ആ കാര്യത്തിൽ കൂടുതൽ ക്രമീകരണം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇടതുപക്ഷ മുന്നണി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ മണ്ഡലത്തിൽ വലിയ പ്രശ്നമായിരുന്നു കുടിവെള്ളം. ആ കുടിവെള്ളത്തിനൊരു ശാശ്വത പരിഹാരം കാണാൻ 75 കോടിയുടെ പ്രോജക്റ്റ് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നു. അദ്ദേഹത്തിന് MLAക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അതിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ഈ പരിപാടിയെപ്പറ്റി അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഈ ടാങ്ക് പണിയാനൊരു സ്ഥലം പുതുപ്പള്ളിയിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് കിട്ടണം. 50 വർഷം UDF ഭരിച്ചിട്ട് ഒരു സ്ഥലം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. എവിടെയോ ആരോ സ്ഥലം തരാമെന്ന് പറഞ്ഞു, 2 കോടി രൂപ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാണ് ഇവരെല്ലാം പറഞ്ഞ ന്യായം. പക്ഷെ ഞങ്ങൾ ഇടപെട്ടു. ഞങ്ങളൊരു വ്യക്തിയെ പോയി കണ്ടു. ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഗുണഭോക്തൃ വിഹിതം ശേഖരിച്ചേണ്ട 35 ലക്ഷം രൂപ ശേഖരിച്ച് ആ സ്ഥലത്തിന് കൊടുത്തു. ജനങ്ങളുടെ കയ്യിൽ നിന്നും ബാക്കി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഫണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചു ആ സ്ഥലം ഏറ്റെടുത്തു. ഇതൊക്കെ മുൻപും ചെയ്യാമായിരുന്നു, ചെയ്തില്ല. ഏറ്റെടുത്തിട്ട് ഇപ്പോൾ അവിടെ ടാങ്ക് പണിയുകയാണ്. 3 ടാങ്കുകൾ ഒരേ സമയത്ത് ഈ ഗ്രാമപഞ്ചായത്തിൽ പണി പൂർത്തിയായി 20% വർക്കേ ബാക്കിയുള്ളൂ. പൈപ്പുകളെല്ലാം ഇട്ടു. ആ പൈപ്പുകളെല്ലാം ഇട്ടപ്പം ഏതെങ്കിലും വിധത്തിൽ അതിനകത്തൊരു സാമ്പത്തിക സഹായം ചെയ്യാൻ അല്ലെങ്കിൽ റോഡുകൾ നിർമ്മിക്കാൻ MLAക്കും ആകാമല്ലോ, അദ്ദേഹത്തിന് ചെയ്യാമല്ലോ. ഞാനിവിടെ ഇതിൽ അദ്ദേഹത്തെ എത്ര തവണ കണ്ടു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഈ മിനി സിവിൽ സ്റ്റേഷന് ഫണ്ട് അനുവദിക്കണമെന്ന് അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു. കമ്മ്യൂണിറ്റി ഹാളിന് ഫണ്ട് അനുവദിക്കാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്ര കാര്യങ്ങളിൽ പഞ്ചായത്ത് മുന്നിലെ റോഡിൻ്റെ വികസനമായി അദ്ദേഹത്തെ എത്ര തവണ വീടുകളിൽ പോയി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം കണ്ടു. എന്തേലും ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി? അദ്ദേഹത്തെ എല്ലാ പരിപാടിക്കും ക്ഷണിക്കും, ഒരു പരിപാടിക്കും അദ്ദേഹം വരില്ല. വെന്നിമലയിൽ തന്നെ നിങ്ങൾ നോക്കൂ, ഒരു റോഡ് ഈ അടുത്ത കാലത്ത് ആ റോഡിനെ പറ്റി അവിടുത്തെ ആളുകൾ പ്രശ്നമുണ്ടാക്കി. എന്താണ് അത് നന്നാക്കാത്ത? അന്വേഷിച്ച് ചെന്നപ്പോൾ എന്നാ വർഷങ്ങളായ റോഡാണ്. ഇന്ന് വരെ അത് റോഡ് ഏതെങ്കിലും PWDയോ അല്ലെ പഞ്ചായത്തിൻ്റെയോ ആസ്തിയിൽപ്പെടുത്തിയിട്ടില്ല. ഇതാരായിരുന്നു ചെയ്യേണ്ടത്? തുടർച്ചയായി ഗ്രാമപഞ്ചായത്ത് മത്സരിച്ച UDF ചെയ്തില്ല. തുടർച്ചയായി മണ്ഡലത്തിൽ മന്ത്രിയായിട്ടോ MLA ആയിട്ടോ പ്രതിനിധീകരിച്ച UDFൻ്റെ നേതാക്കന്മാരും ചെയ്തില്ല. അവർക്കത് അറിയാൻ പാടില്ലായിരുന്നു ആ റോഡിൻ്റെ അവസ്ഥ എന്താണ്. ഇപ്പോഴാണ് ആ റോഡ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആ നാട്ടിലെ ജനങ്ങളുടെ പരാതി സ്വീകരിച്ചിട്ട് ജില്ലാ പഞ്ചായത്തിനെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് റെസൊല്യൂഷൻ കൊടുത്ത് ഏറ്റെടുത്തു. ഇനിയും ഏതെങ്കിലും പദ്ധതിയിലൂടെ ആ റോഡ് നിർമ്മിക്കാൻ കഴിയും? ഇതുപോലും അറിയാതെ MLA PWD ഉദ്യോഗസ്ഥരെ വിളിക്കുകയാണ്, ഈ റോഡ് നിങ്ങൾ എന്താണ് ടാർ ചെയ്യാത്തത്? അപ്പോൾ PWD ഉദ്യോഗസ്ഥർ പറയുകയാണ്, ഇത് ഞങ്ങളുടെ PWD വകുപ്പിൻ്റെ കീഴിൽ അങ്ങനെ റോഡില്ല. അപ്പോഴാണ് അദ്ദേഹം അതറിയുന്നത്. ഇതാണ് ഒരു MLAക്ക് ഈ കാര്യങ്ങളെ പറ്റിയുള്ള ധാരണ. ഈ റോഡുകൾക്ക് അദ്ദേഹത്തിന് ഫണ്ട് അനുവദിക്കാം. തകർന്ന ഏതെങ്കിലും റോഡ് അദ്ദേഹം 1 രൂപ അനുവദിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലോ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായ ഒരാളുടെ വീട്ടിലേക്ക് ഈ കാഞ്ഞിരത്ത് മൂട് നിങ്ങൾ നോക്കൂ, ഒരു വീട്ടിലേക്കാണ് 12 ലക്ഷമോ 14 ലക്ഷം രൂപ മുടക്കി റോഡ് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. 100 കണക്കിന് ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന എത്രയോ പ്രദേശങ്ങളുണ്ട്, അവിടെ അനുവദിക്കാൻ മേലെ. അപ്പം ഇതിലൊക്കെ രാഷ്ട്രീയമായ താല്പര്യം വെച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. പൊതുവിഷയങ്ങളോട് അദ്ദേഹത്തിൻ്റെ സമീപനം ശരിയല്ല. ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ മുന്നിലെ റോഡ്, അങ്ങനെ കുറേ റോഡുകൾ ഇടതുപക്ഷ മുന്നണി ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കുന്ന പദ്ധതിയിൽപ്പെടുത്തി ഫണ്ട് അനുവദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിൻ്റെ മുന്നിലെ റോഡുകൾ, പല റോഡുകൾ ഇവിടെ പുനർനിർമ്മിച്ചു. അവിടെയൊക്കെ MLA പടം വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. എവിടെയെങ്കിലും ഫോട്ടോ വെക്കട്ടെ, ഫ്ലെക്സ് വെക്കുന്നതിന് ആർക്കും മുടക്കില്ല. ഞങ്ങളിതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിച്ച ഒട്ടേറെ ആളുകളുണ്ട്, അവരെല്ലാം ഞങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെക്കാൻ ഞങ്ങളാരും ശ്രമിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ നോക്കൂ, കാഞ്ഞിരത്തുമൂട്ട് നിന്ന് മന്ദിരം കലിങ്ങിനുള്ള റോഡ്, ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രനും അവിടുത്തെ വാർഡ് മെമ്പർ ശാന്തമ്മയും ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാരും നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നത്. PWD മിനിസ്റ്ററെ പോയി കണ്ടു ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അതിനുശേഷം അതിന് ഫണ്ട് അനുവദിച്ചു.
അതിൻ്റെ വർക്കിന് ഓർഡറായി വർക്ക് തുടങ്ങി. ഇതിൻ്റെ പുറകിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരാളാണ് ആ റോഡിൻ്റെ പണി നടക്കുന്നതിൻ്റെ പൂർണ്ണമായും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡൻറ്റും. ഞങ്ങളെല്ലാ കാര്യത്തിലും സഹായിച്ചിട്ടുണ്ട്. MLA ഏതെങ്കിലും വിധത്തിൽ അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയും PWD ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ എന്തെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? പയ്യപ്പാടിലൊരു റോഡുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ വർക്ക് റിസ്റ്ററേഷൻ വർക്ക് പൂർത്തിയാക്കി കൊടുക്കണമെന്ന് പറയുന്നു. അത് PWD ഏറ്റെടുത്ത് ഈ കാര്യത്തിന് MLA വേണ്ടേ അവരെ വിളിച്ചിരുത്തി ഒരു കോർഡിനേഷൻ നടത്താൻ? MLA വേണ്ടേ ഇരു കൂട്ടരെയും യോഗം വിളിച്ചിട്ട് പെട്ടെന്ന് ഇത് ചെയ്യാൻ എന്തൊക്കെയാണ്? ഒന്നും ഇടപെടിയില്ല. അത്തരം കാര്യമൊന്നും അദ്ദേഹത്തിൻ്റെ താല്പര്യവുമില്ല, ഇടപെടാറുമില്ല. വെറുതെ നാടകങ്ങളും ഈ അഭിനയവും റീലുകൾ കൊണ്ട് മാത്രം കുറച്ച് നാൾ നിൽക്കാൻ പറ്റും, എന്നും നിൽക്കാൻ പറ്റില്ലെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. മരണ വീട്ടിൽ വന്നും കല്യാണ വീട്ടിൽ വന്ന് ചോറുണ്ടും അത് സന്തോഷമായിരുന്നു, നമ്മളും പോകാറുണ്ട്. അതുമാത്രമല്ല വികസനം, അതോടൊപ്പം വികസനമുണ്ടോ എന്നാണ്. പിന്നെ എത്ര നാൾ നമ്മൾ കല്യാണത്തിൽ പങ്കെടുത്ത ഒരു മണ്ഡലത്തെ പറ്റിച്ച് നിർത്താൻ പറ്റും? അങ്ങനെ കല്യാണത്തിനും ബർത്ത്ഡേക്കും പോയി അവിടെ പങ്കെടുത്ത് ഫോട്ടോ എടുത്താൽ മാത്രം ജനപ്രതിനിധികൾക്ക് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് അത്ഭുതമാണ്. അങ്ങനെ മാത്രം നിൽക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. വികസന പ്രവർത്തനങ്ങളിൽ ഒരു കോൺട്രിബ്യൂഷൻ വേണം. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ 75 കോടിയുടെ കുടിവെള്ള പദ്ധതി നിങ്ങൾ കൈതേപ്പാളത്തോട്ട് ചെന്ന് നോക്കൂ. അവിടെ പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രം എത്ര മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. വനിതകൾക്ക് വേണ്ടി ഹെൽത്ത് ക്ലബ്ബ് നോക്കൂ. അവിടെ വനിതകൾ വന്ന് രാവിലെ മറ്റേ ഹെൽത്ത് ക്ലബ്ബിൽ വന്ന് വ്യായാമം ചെയ്തിട്ട് പോകുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാം. അതിന് തൊട്ടടുത്തായി വനിതകളുടെ യോഗ പരിശീലന കേന്ദ്രം ഒരേ കെട്ടിടത്തിൽ. ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചെയ്ത ആളുകൾ അവിടെ ഒന്ന് സന്ദർശിക്കണം. അത് എത്ര മനോഹരമായിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട് ഈ പഞ്ചായത്തിലെ. പിന്നെ ചില കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ചിലപ്പോൾ പൈപ്പ് ഇടുമ്പോൾ ഒക്കെ ചില പ്രതിസന്ധി വരും. അതെല്ലാം കൂടെ LDFിൻ്റെ തലയിലോട്ട് മാത്രം ഇടുന്നതിന് അർത്ഥമൊന്നുമില്ല. അത് പരിഹരിക്കാൻ MLAക്ക് ഇറങ്ങാം, MLAക്ക് ഫണ്ട് അനുവദിക്കാം. അതിലൊന്നും ഇടപെടാതെ അല്ലെങ്കിൽ അദ്ദേഹം യോഗം വിളിച്ചിട്ട് നമുക്ക് ഈ കുടിവെള്ള പദ്ധതി പെട്ടെന്ന് പൂർത്തിയാക്കണം. എന്താണ് ഇന്ന് വരെ അദ്ദേഹം തിരക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിടുന്നതിന് അദ്ദേഹത്തെ ക്ഷണിച്ചാൽ അദ്ദേഹത്തെ പങ്കെടുക്കണ്ടേ? മുൻ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി ആഭ്യന്തരമന്ത്രി ഒക്കെ ആയിരുന്ന ആളാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ പേര് ഒരു മിനി സുവിശേഷം ഇടുമ്പോൾ ആ ചടങ്ങിൽ സന്തോഷപൂർവ്വം അദ്ദേഹത്തിൻ്റെ മകൻ എത്തണ്ടേ? വിട്ടു നിൽക്കുകയാണോ വേണ്ടത്? അപ്പോൾ അതൊന്നും ഒരു ശരിയായ കാര്യമല്ല. ഞങ്ങളുടെ ചുമതല നിറവേറ്റും. പിന്നെ എന്നും നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരും അതിൻ്റെ ചിത്രവും മാത്രം ഉപയോഗിച്ച് ഒരാൾക്ക് ഒത്തിരി നാൾ ഒരു ഭരണസമിതിക്കോ ഒന്നും ആളുകളെ പറ്റിച്ച് പോകാൻ പറ്റില്ല. മരണപ്പെട്ട ആളുകളോടെല്ലാം നമുക്ക് ബഹുമാനവും ആദരവുമുണ്ട്. പക്ഷേ ആ പടം മാത്രം ഉപയോഗിച്ചും ആ പേര് നിരന്തരം പറഞ്ഞും ഒരാൾക്ക് എന്നും ജയിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ പേര് മാത്രം പറഞ്ഞ് പഞ്ചായത്ത് അതല്ലല്ലോ. എല്ലാ ബഹുമാനവും മരിച്ച ആളുകൾക്ക് കൊടുക്കുമ്പോഴും സ്വന്തമായി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നിൽക്കുകയാണ് ഈ മണ്ഡലത്തിൽ, ഈ പഞ്ചായത്തിൽ. UDF ഈ പഞ്ചായത്ത് ഭരിച്ചപ്പോൾ എന്ത് വികസനമാണ് നടന്നിട്ടുള്ളത്? ഒരെണ്ണം പറയാമോ? വല്ലോ കട തുറക്കാൻ വരുമ്പം പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കും, നാട മുറിക്കും, പോവും. അല്ലെ ഏതെങ്കിലും MLA പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ വന്നിരിക്കും, അവിടെ പ്രസംഗിക്കും. ഇതൊക്കെയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാലാകാലങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വികസനവും നടത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോഴെങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിന് വികസനം നടത്താൻ കഴിയും എന്ന് തെളിയിച്ച ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു സാധാരണ വീട്ടമ്മയായ പൊന്നമ്മ ചന്ദ്രൻ, ഈ വലിയ വൈദഗ്ധ്യമുള്ള പലരും ഇരുന്ന കസേരയാണ്. UDFിൻ്റെ പല ആളുകളും മാറി ഇരുന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ശ്രീ പൊന്നമ്മ ചന്ദ്രൻ്റെ നേതൃത്വത്തിലും വൈസ് പ്രസിഡൻ്റായ പ്രമോദ് ചക്കാലയുടെ നേതൃത്വത്തിലും ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗങ്ങളെല്ലാം, എല്ലാ അംഗങ്ങളും ഞങ്ങളതിൻ്റെ വികസന രേഖ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ വികസനം അത് ജനങ്ങളിലെത്തും. അപ്പോൾ ആ രീതിയിൽ ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ജനങ്ങൾ. അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ നിങ്ങൾ നോക്കൂ. നമ്മുടെ ഡോക്ടർമാരുടെ സേവനം നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കിട്ടുക. പയ്യപ്പാടിയിൽ തന്നെ 4-ാം വാർഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ആരോഗ്യ കേന്ദ്രം നിങ്ങളൊന്ന് പോയി കാണും. അവിടുത്തെ ലാബിലാണല്ലോ ഈ ഷുഗർ മറ്റ് രോഗങ്ങളൊക്കെ പരിശോധിക്കാൻ ആളുകൾ എത്തുന്നത്. അങ്ങനെ ഒരു ലാബ് സംവിധാനം ഒരുക്കിയതാരാ? ഈ പഞ്ചായത്ത് ഭരണസമിതിയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന അവിടെ ഒരു ലാബ് പ്രവർത്തിക്കുന്നു, അവിടെ ഒരു ആരോഗ്യകേന്ദ്രം പ്രവർത്തിക്കുന്നു, അവിടെ വലിയ കെട്ടിടം വന്നു, 50 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് അവിടെ നടപ്പിലാക്കി ഈ ഭരണസമിതിയാണ്. വെന്നിമലയിൽ ഒരു കളിസ്ഥലം ടർഫ് ആരംഭിക്കാൻ സ്ഥലം കണ്ടെത്തി പ്രാഥമിക കാര്യം ചെയ്തിട്ടു. അതിൻ്റെ ബാക്കി പണിയെങ്കിലും പൈസ വേണം. നമ്മൾ MLA സമീപിച്ചു, കിട്ടിയില്ല. ഇപ്പോഴത്തെ MPയെ സമീപിച്ചു, കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ പ്രാഥമിക കാര്യം പൂർത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പം മാലിന്യ നിർമ്മാർജ്ജനം നിങ്ങൾ നോക്കൂ. ഈ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഇപ്പോൾ മാലിന്യം കെട്ടിക്കിടപ്പുണ്ടോ? UDF ഭരിച്ച സമയത്ത് നിങ്ങൾ ഈ പുതുപ്പള്ളി കവലയിലേക്ക് വാ. ഈ പഴയ സിനിമാ തിയേറ്ററിൻ്റെ മുന്നിൽ ഒരു കുറ്റിയും അതിനകത്ത് വേസ്റ്റും കിടക്കുന്ന കാഴ്ച, അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ നാട്ടുകാരുടെ കയ്യിലുണ്ട്.
ചുരുങ്ങിയ കാലത്ത് ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ മാലിന്യം കാണാറുണ്ടോ? എവിടെയെങ്കിലും മാലിന്യം കൂടിക്കിടക്കും? പഞ്ചായത്ത് അംഗങ്ങൾ നേരിട്ട് മാലിന്യം, ഞങ്ങളെല്ലാവരും മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ പാർട്ടിയും മഴക്കാല പൂർവ്വ ശുചീകരണം അല്ലാത്ത ഘട്ടങ്ങളിലെല്ലാം മാലിന്യം നീക്കം ചെയ്യാൻ വാഹനവുമായി പോയി ഇതൊക്കെ ചെയ്തവരാണ് ഞങ്ങളെല്ലാം. UDF ഭരിച്ചപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നോ? നിങ്ങൾ പരിശോധിക്കുക. ഹരിതകർമ്മ സേനാംഗങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് മാലിന്യവും പ്ലാസ്റ്റിക്കും ശേഖരിച്ചു. ഇങ്ങനൊരു സിസ്റ്റം മുൻപുണ്ടായിരുന്നോ? UDFൻ്റെ ഭരണകാലത്ത് ഈ പ്ലാസ്റ്റിക്കും ചെരുപ്പും എല്ലാം വലിച്ചെറിയല്ലായിരുന്നോ നാട്ടിൽ? അതെല്ലാം ഇപ്പം വീടുകളിൽ വന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ കൊണ്ടുവരുന്നു, അതൊരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, അവിടുന്ന് സർക്കാരിൻ്റെ നിർദ്ദേശ കമ്പനിയിലേക്ക് ഈ സാധനങ്ങൾ പോകുന്നതോടി അത് ആ പ്ലാസ്റ്റിക് മാലിന്യവും നീക്കം ചെയ്യാനൊരു സിസ്റ്റം ഈ പഞ്ചായത്തിൽ ഞങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇടതുപക്ഷ മുന്നണി ചെയ്ത കുടുംബശ്രീയുടെ പ്രവർത്തനം, കുടുംബശ്രീക്ക് ഇതുപോലെ ഫണ്ട് കിട്ടിയ കാലഘട്ടം ഉണ്ടോ? കുടുംബശ്രീയുടെ അംഗങ്ങളോട് ചോദിക്കൂ നിങ്ങൾ. ഈ സംസ്ഥാന സർക്കാർ കുടുംബശ്രീ അംഗങ്ങൾക്ക് കൊടുക്കുന്ന ധനസഹായവും ഫണ്ടും അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്? കുടുംബശ്രീയിലൂടെ നമ്മുടെ സ്ത്രീകളെല്ലാം സ്വയം പര്യാപ്തത നേടി. അവരൊക്കെ സ്വന്തമായി ലോണുകൾ എടുക്കാനും കടമെടുത്താൽ തിരിച്ചടയ്ക്കുകയും അതുമൂലം അവരുടെ ദൈനംദിന ജീവിതം വികസിക്കുന്ന തലത്തിലേക്ക് ആ കുടുംബശ്രീയെ മാറ്റി തീർത്തു ഈ പഞ്ചായത്ത് ഭരണസമിതിയും ഈ സംസ്ഥാന സർക്കാരും. അല്ലാതെ ചെറിയ തുകയല്ല കുടുംബശ്രീ. ഇതൊന്നും കുടുംബശ്രീ അംഗങ്ങൾ ആരും വിസ്മരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ആശാവർക്കർമാരെടുത്താലും ഇപ്പോൾ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു. അവർ ചെയ്യുന്ന സേവനങ്ങൾ, ഗർഭിണികളെ വീടുകളിൽ സന്ദർശിച്ച് അവർക്ക് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ, പഞ്ചായത്തിനൊരു പാലിയേറ്റീവ് കേന്ദ്രം പ്രവർത്തിക്കുക. നിങ്ങളുടെ വീടുകളിൽ പഞ്ചായത്തിൻ്റെ ആംബുലൻസ് എത്തുകയാണ്. എന്തിന്? കിടപ്പ് രോഗികളെ ശുശ്രൂഷിച്ചിട്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ പോവുകയാണ്. മുമ്പുണ്ടായിരുന്നോ UDFൻ്റെ ഭരണകാലത്ത്? കിടപ്പ് രോഗിയായ ഒരാളെ നോക്കാൻ ആളില്ലെങ്കിൽ, അല്ലെങ്കിൽ നോക്കാൻ ആളുണ്ടെങ്കിലും ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞാൽ അപ്പോഴേ പഞ്ചായത്തിൻ്റെ ആംബുലൻസ് നിങ്ങളുടെ വീട്ടിൽ വരുന്നു. അവിടുന്ന് നേഴ്സുമാരിറങ്ങി അവരെ ശുശ്രൂഷിച്ചിട്ട് മടങ്ങിപ്പോകുന്നു. ഇങ്ങനെ ഒരു കാലം UDF ഭരണകാലത്ത് ഉണ്ടായിരുന്നോ? ഇതെല്ലാം തരം തിരിച്ച് ജനങ്ങൾ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അത് പട്ടികജാതി ജനവിഭാഗങ്ങളുടെ ഫണ്ടാണെങ്കിലും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ മേഖലയും ശ്രദ്ധിച്ചു വരും. വയോജനങ്ങളെ കൃത്യമായി നമ്മൾ കാണുന്നത് ഇവിടെ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ വയോജനങ്ങളുടെ യോഗം കഴിഞ്ഞ ദിവസം കലാപരിപാടി നടക്കുന്നത് ഞാൻ കണ്ടു. റിട്ടയർ ചെയ്തും മറ്റു രീതിയിലും വാർദ്ധക്യ സഹജമായി വിശ്രമിക്കുന്നവരും ഒക്കെ എല്ലാവരും ഒത്തുകൂടി അവരൊക്കെ പാട്ട് പാടുന്നതും ഒക്കെ നമ്മൾ കാണുക നേരിട്ട്. അപ്പോൾ ഇവരൊക്കെ വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന വയോജനങ്ങളെ അവരെ ടൂറിന് പോവുക, അവരെ സംഘടിപ്പിക്കുക, അവർക്ക് ഒത്തുകൂടാൻ അവസരം ഒരുക്കുക, അതെല്ലാം ആ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു ക്ലബ്ബ് തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതി രൂപീകരിച്ചു. പുതുപ്പള്ളി കവലയിൽ ആ സ്റ്റേജിൻ്റെ മുകളിലായി വയോജനങ്ങളുടെ ക്ലബ്ബ് നിങ്ങൾക്ക് കാണാം. അവിടെ അവർ ഒത്തുകൂടുന്നു. ഇതൊക്കെ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാഴ്ചപ്പാട്. ഞാനെല്ലാം കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് എല്ലാ സമ്മാനങ്ങളും പ്രോത്സാഹനങ്ങളും ഈ ഗ്രാമപഞ്ചായത്ത് കൊടുത്തു. വനിതകളുടെ എടുത്താലും പെൻഷൻ്റെ എടുത്താലും അതുപോലെ തന്നെ നിങ്ങൾ ഗവൺമെൻറ് ഭാഗമായി നിങ്ങൾ പറ എത്ര വീടുകളിലാണ് ആരോഗ്യ പ്രവർത്തകർ വന്ന് ക്യാൻസർ പരിശോധന നടത്തി? നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ക്യാൻസർ പരിശോധന നടത്തി, മാമോഗ്രാം നടത്തി. അതൊക്കെ മൂലം എന്നാ രോഗികളെ കണ്ടുപിടിച്ചു. ആ പരിശോധനയുടെ ഭാഗമായി 10-12 ആളുകളുടെ ക്യാൻസർ സ്ഥിരീകരിച്ചു, അവർ ചികിത്സ ആരംഭിച്ചു. അങ്ങനെ ഒരു പരിശോധന മുമ്പുണ്ടായിരുന്നു. നിങ്ങളുടെ വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ വന്ന് സ്ത്രീകളോട് പറയുകയാണ് നമുക്ക് പരിശോധന നടത്തണം. അങ്ങനെ അങ്ങോട്ട് വന്ന് നിങ്ങളുടെ വീടുകളിൽ പറഞ്ഞ് അതിൻ്റെ പരിശോധന നടത്തുകയും ആ പരിശോധനയ്ക്കനുസരിച്ച് ചികിത്സ നടത്തുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഒരുങ്ങിയ കാലഘട്ടം ഏതാണ്? ഇതൊക്കെ നമ്മൾ 10 വർഷം പുറകോട്ട് LDF ഗവൺമെൻറ് മുമ്പത്തെ കാലഘട്ടം നിങ്ങൾക്ക് അഴിമതിയുടെ പേരിലും മറ്റേ ഓരോ പല ആക്ഷേപങ്ങളുടെ പേരിലും വിവാദങ്ങൾ മാത്രമേ UDF ഭരണകാലത്ത് സംസ്ഥാന സർക്കാർ UDFൻ്റെ ആയിരുന്നപ്പോഴും വിവാദങ്ങളെ ഉണ്ടായിരുന്നു, വികസനമില്ലായിരുന്നു. പഞ്ചായത്തിൻ്റെ കാലത്ത് നിങ്ങൾക്കറിയാം, പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും തമ്മിലടിക്കുന്നു. പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും തമ്മിൽ തല്ലുന്നു. വെളിയിലിറങ്ങി പ്രസിഡന്റ് ആകാനുള്ള കാലാവധി പൂർത്തിയാക്കി മാറുന്ന UDFൻ്റെ തന്നെ പ്രസിഡന്റ് തമ്മിലടിക്കുന്നു, ചീത്ത വിളിക്കുന്നു. ഇതൊക്കെ നമ്മൾ എത്ര തവണ കേട്ടതാണ്. ഇനി ആ പഞ്ചായത്തിനെ പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്നവരുടെയും ആയവരുടെയും ഒക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി ആളുകൾ തമ്മിൽ തല്ലുന്ന വേദിയാക്കാൻ അനുവദിക്കരുത്. ഇപ്പം ശാന്തമായി ഭരിച്ച് ജനങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു ഭരണസമിതി എന്നുള്ളതിന് ഈ ഭരണസമിതി തുടരാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകും. ഈ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങൾ തിരിച്ചറിയും. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചാണ് നമ്മുടെ ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ LDF എന്നോ UDF എന്നോ നോക്കിയില്ല. ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ UDF എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഒന്നായിട്ട് കാണുന്ന ഭരണസമിതിയാണ് ഭരിച്ചത്. എല്ലാ പരിഗണനയും എല്ലാ വിഭാഗം ജനങ്ങൾക്ക് കൊടുത്തു. അല്ലാതെ ഒരു ഇടതുപക്ഷ മുന്നണിയും ഒരു CPM നേതൃത്വവും ആ ഭരണസമിതിയിൽ പോയി ഇടപെടാനും ഞങ്ങൾ പറയുന്നത് ചെയ്യാവുള്ളൂ എന്നൊരു ഇടപെടൽ നടത്തിയിട്ടേ ഇല്ല. അത് നിങ്ങൾക്ക് വ്യക്തമാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ അങ്ങനെയല്ല. കോൺഗ്രസിലെ നേതാക്കന്മാർ ഞങ്ങൾ പറയുന്നത് മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞ് ഇടപെട്ട കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളാരും ജയിച്ച ഭരണസമിതി നിഷ്പക്ഷമായി എല്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെയും വാർഡുകളിൽ ഫണ്ട് കൊടുത്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെയും സഹായിച്ചു.
അല്ലാതെ ഒരു LDFിൻ്റെ ഭരണസമിതി എന്നുള്ള LDF ജയിപ്പിച്ചു, പക്ഷേ ഭരണസമിതി ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും എന്ന നിലയിൽ ഭരിച്ചു എന്നുള്ളതാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഗുണം. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയം നോക്കാതെ ആളുകൾ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.